ഹായ് എവരിവൺ, ഞാൻ സോന. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിന്ന് ഓണം സ്പെഷ്യലായിട്ട് ഇവിടെ കുക്ക് ചെയ്യുന്നത് ഒരു പായസമാണ്. സൂചി ഗോതമ്പിൻ്റെ ഒരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നുറുക്ക് ഗോതമ്പ് 1.5 കപ്പ്, ശർക്കര 1/2 കിലോ, തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ക്യാൻ കോക്കനട്ട് മിൽക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ 3 തേങ്ങ പിഴിഞ്ഞ് പാലെടുത്താൽ മതി. പിന്നെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, പിന്നെ കാഷ്യൂ നട്ട് ഒരു 15 എണ്ണം, നെയ്യ് 4 ടീസ്പൂൺ, ചുക്ക് പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഉപ്പ് 2 പിഞ്ച്. ഒന്നര കപ്പ് നുറുക്ക് ഗോതമ്പ് 1 മണിക്കൂറായിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് കഴുകി വച്ചിരിക്കുന്നതാണിത്. നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് തൊട്ട് മേളിൽ നിൽക്കുന്ന രീതിയിൽ മതി വെള്ളം. ഇനി നമുക്ക് ഇത് ഒരു പ്രഷർ കുക്കറിൽ വെച്ച് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ശർക്കര നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടുപ്പത്ത് വെച്ച് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്തെ കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമുക്ക് നല്ല പാനിയായിട്ട് കിട്ടും. ഇപ്പോൾ ശർക്കരയെല്ലാം നല്ലതായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് അരിച്ചെടുക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി ചൂടാകുമ്പോൾ അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്കിനി നേരത്തെ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനി അരിച്ചൊഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൽ കട്ടയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഗോതമ്പ് ഈ ശർക്കര പാനി കിടന്ന് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റുന്നോടം വരെ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരിക്കലും നമ്മൾ ഇളക്ക് നിർത്തരുത്, കാരണം അത് അടിയിൽ പിടിക്കും. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പം ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2ാം പാൽ ആഡ് ചെയ്യാം. 2ാം പാലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ക്യാൻ കോക്കനട്ട് മിൽക്ക് 1.5 ക്യാൻ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണിത്. നിങ്ങൾ തേങ്ങ പിഴിഞ്ഞെടുക്കുന്നതെങ്കിൽ 2ാമത് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് ഈ 2ാം പാലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. നമ്മളിത് നിർത്താതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലെ തേങ്ങയിൽ ഒഴിച്ച് ആ പാലിലുള്ള വെള്ളമെല്ലാം അങ്ങ് പറ്റി തുടങ്ങും. അപ്പം ഒന്ന് കുറുകി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും 1ാം പാൽ ആഡ് ചെയ്യാം. 1ാം പാലായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ക്യാൻ കോക്കനട്ട് മിൽക്കാണ്. 1ാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം നമ്മൾ പിന്നീട് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒരു തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മധുരം എല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം നമുക്ക്. അടിപൊളി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 2 സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ടും അതുപോലെ തേങ്ങാക്കൊത്തും നമുക്ക് ഈ നെയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം.
വറുത്തെടുത്ത ഈ തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കൂടി നമുക്കിനി ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കിസ്മിസ് കൂടി ആഡ് ചെയ്യാം. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കിസ്മിസ് ആഡ് ചെയ്തിട്ടില്ല. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഏത് സദ്യക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയൊരു പായസമാണിത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എല്ലാവരും പപ്പടവും പഴവും പായസമൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക.